പ്രേമേട്ടാ, ഓ നമ്മൾ ഈ തപ്പി നടക്കുന്നവൻ നമ്മളോട് തന്നെ ഇല്ലേ എന്നൊരു could you please clarify? നിങ്ങൾക്ക് ആ പപ്പനെ കണ്ടിട്ട് എന്തെങ്കിലും തോന്നിയായിരുന്നോ? ഏതോ അപ്പൻ? ഇവിടുത്തെ പപ്പനില്ലേ ഉമാരുടെ കൂടെയുള്ള? ആ ഈ തപ്പിട്ട് കിട്ടാൻ സ്ഥിതിക്ക് ചേട്ടനും ഇവരൊക്കെ ഇന്ന് തന്നെ തിരിച്ചു വരിക്കും അല്ലേ? ഇല്ല 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 കൂടെയുള്ള പപ്പൻ. വന്ന സ്ഥിതിക്ക് കംപ്ലീറ്റ് തപ്പിയിട്ടേ പോകുന്നുള്ളൂ. അവനെ കൈ കിട്ടിയാൽ ഇടിച്ചേറി കയറ്റിയിട്ടേ കൊണ്ടുപോകൂ. ഹലോ ഹലോ, എവിടെ എളിയ? ബബീഷ് കാറ്ററിംഗ്. എടാ, നിനക്കിത് മതിയായില്ലേ? നീ അവരെ എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞ് ഒഴിവാക്കിയിട്ട് വാ. അവിടെ ഡൗട്ടൊന്നുമില്ലല്ലോ അവർക്ക്. തമ്പുരാൻ അറിയാം. നീ ഇങ്ങോട്ടോ ശരടാ, പപ്പ ഇവിടെ ഇട്ടുണ്ട്. ഓ ആശാനെ ആശാനാ? കാര്യമുണ്ട്. എന്താ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ചോദിക്കാവോന്ന് എനിക്കറിയാൻ പാടില്ല. ഇനിയിപ്പോ എന്താ? മോളൊരു ഫുള്ളൊരു പിടി ഞങ്ങളോട് വന്നോട്ടെ. പ്രേമ, നീ ഇപ്പോഴേ ഫിറ്റാ? ആര് പറഞ്ഞു? ആണ് പ്രേമ. പിന്നെ അല്ല. എന്റെ പപ്പ മേളിൽ വന്നിരിപ്പുണ്ട്. നിങ്ങളിവിടെ നിൽക്ക്, ഞാൻ വേഗം വരാം. പാപ്പൻ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ആ പപ്പൻ വന്നിട്ടുണ്ടെന്ന്. അതിനിപ്പ എന്നാ? അവന് നമ്മുടെ ബബീഷേന്റെ അതേ ചായ ഇല്ലേന്ന് എനിക്കൊരു സംശയമുണ്ട്. ഇനി അവനാണ് നമ്മൾ അന്വേഷിച്ചു വന്ന അനിയനെങ്കിലോ? അപ്പോ ബബീഷേട്ടന്റെ അച്ഛൻ ഇവിടെയാണ് സെക്യൂരിറ്റി പണിക്ക് നിന്നത്. കുൽസ്യത്തിന് പറ്റിയ സ്ഥലാട്ടാ. അതൊന്നും ഉറപ്പിക്കാൻ വരട്ടെ, നമുക്ക് ആദ്യമേ നോക്കാം. കമോൺ അവിടെയല്ല, അങ്ങോട്ട്. അങ്ങോട്ടാണോ? ആവശ്യടാ, വണ്ടി സ്റ്റാർട്ടിങ് കേട്ടോ. ജീവ ആ പപ്പ, ഞാൻ കുറച്ചു നേരം വെയിറ്റ് ചെയ്തു, ആരും കണ്ടില്ല. അതാ ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. ബബീഷേട്ടൻ അച്ഛനൊരു സർപ്രൈസ് ആയിക്കോട്ടെ. ആയിക്കോട്ടെ, അതുപോലെ തന്നെ ബബിതയ്ക്ക് ഒരു ചാളയും മേടിച്ചേക്കാം. മേടിക്കാം. ഓ ലേഡീസ്. ഓ ഞാനേ ഒന്ന് കുളിച്ചിട്ട് വരാം. പപ്പൻ ഇന്നലെ പരിചയപ്പെടാൻ പറ്റിയില്ല. ഞാൻ പ്രേമൻ, കാടാമ്പള്ളി പ്രേമൻ. ഈ പപ്പൻ എന്നൊക്കെ പറഞ്ഞപ്പോ കുറച്ചും കൂടെ പ്രായം കുറവാ ഞാൻ പ്രതീക്ഷിച്ചത്. പ്രായത്തിലൊക്കെ എന്തിരിക്കുന്നല്ലേ പപ്പൻ. സുരേഷ് ഖാൻ വരാന്ന് തകർത്ത്. എന്താ എന്താ അയ്യയ്യേ. ആളെവിടെ? മോശമായി. ആളെവിടെ? ഭവിഷ്യട്ടൻ അതാണ്. എന്താണ്? എടാ, ഇയാൾക്ക് അയാളുടെ അച്ഛനാണുള്ള പ്രായമില്ലേ? ഇന്നലെ വരെ അത്രയും പ്രായമില്ലായിരുന്നല്ലോ. എന്നാ ഇപ്പൊ കൂടി. എന്റെ കണ്ണിലെന്താ കുരുവാണ്? അല്ല കോമള. പപ്പ, നമ്മളൊരു കടുങ്കൈ ചെയ്യാൻ പോവാ. സാക്ഷാൽ മേച്ചേരി ജോസ് കല്യാണം ഉറപ്പിച്ച മരുമകളെ നമ്മൾ പൊക്കുന്നു. നീ ഞെട്ടി, എനിക്കറിയാം. പേടിക്കണ്ട, എൻ്റെ ഒരു ഐഡിയ ഉണ്ട്. അടുത്ത ആഴ്ച അവളും അവളുടെ ഫാമിലി കൂടി മാളിൽ വരുന്നുണ്ട്, എന്തോ ഡ്രസ്സ് എടുക്കാനായിട്ട്. അപ്പോൾ അവിടുന്ന് മുങ്ങുന്നു, പാർക്കിങ്ങിലെത്തുന്നു, അവിടുന്ന് നേരെ ബാംഗ്ലൂർ. കുഴപ്പമൊന്നും ഉണ്ടാവില്ലോ അല്ലേ? ഹേയ്, എന്ത് കുഴപ്പം? എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ നല്ല സ്ട്രോങ് ആയിട്ടിരിക്കും അല്ലേ? അതെ. ഇതാരാ? യു നീ ഇങ്ങ് വന്നേ. എന്തിന്? എന്താടാ? മുഴുവൻ കേട്ടതിന് ശേഷം മാത്രമേ റിയാക്ട് ചെയ്യുന്ന സത്യം ചെയ്യും. നീ പറ. അളി, ആക്ച്വലി ഇതൊരു വള്ളിക്കേസാണ്. ഇങ്ങനെ വിസയും പാസ്പോർട്ടും അടങ്ങുന്ന ബാഗ് അവർ അടിച്ചോണ്ടുപോയി. അത് കിട്ടിയെന്ന് പറഞ്ഞാൽ ആരെ ഇങ്ങനെ കോഫി ഷോപ്പിൽ വിളിച്ചിരുത്തി. ഇതുവരെ ഓക്കെ അല്ലേ? ഇയാളെ കണ്ടപ്പോൾ ഒരു പൂക്കി ലുക്ക് തോന്നി സെരയുടെ പപ്പയാണെന്ന് വിചാരിച്ച് ഞാൻ ഇയാളെ ഇങ്ങോട്ട് വിളിച്ചോണ്ടെന്ന് എന്നോട് ക്ഷമിക്കും. സോറി അങ്ങേർക്ക് ബ്രോ, ഹീസ് ക്യൂട്ട്. പപ്പ കല്യാണം പ്രമാണിച്ച് ഇനി ഒരു അറിയിപ്പുണ്ടാവണവരെ ഒരു വള്ളി പിടിക്കാനും ഞാനില്ല. അതുകൊണ്ട് ഈ കണാപ്പൻ ആരെ കാണാൻ വന്നോ അങ്ങോട്ട് നീ ഒറ്റക്കണ്ടാക്കി. ഞാൻ എങ്ങനെയാണ് ഈ ഒറ്റയ്ക്ക്? നീ ഇല്ലാതെ എനിക്കൊന്നും അറിയണ്ട, ഞാൻ ടെൻഷനില്ല. എനിക്ക് രണ്ടടിക്കണം. അളിയ, അയാളെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. പൂക്കയ്ക്ക് നമ്മൾ മാത്രമല്ലേ ഉള്ളൂ. എടാ, ഈ കാശും പാസ്പോർട്ടൊക്കെ അതിനുള്ളായി പോയല്ലേ? ഇവിടെ വേറെ ആരെയും പരിചയമില്ല? പിന്നെ ഒന്നും നോക്കാനില്ല. ഓരോരുത്തർ അടിച്ചു. നല്ല ആശ്വാസം ഉണ്ടോ? എനിക്ക് ചെറിയ ആശ്വാസം വേണേ. എനിക്കൊരാശ്വാസമായി നീയും നിനക്കൊരാശ്വാസമായി ഞാനും.
പോരാ. നമ്മുടെ ദാമ്പത്യം മനോഹരമാവാൻ നിനക്ക് എന്നെയും എനിക്ക് നിന്നെയും കണ്ടുകൊണ്ടിരിക്കാൻ ഈ സമ്മാനം എപ്പോഴും കൂടെ കൂട്ടുക. ഹാപ്പി ആനിവേഴ്സറി. വിശ്വസിക്കൂ, ഭാവമൊക്കെ ഡയലോഗ് അത്ര നാച്ചുറലാണ്. സുരഭിലം എന്താക്കാം, അപ്പ നാച്ചുറലാവും. ये तूने क्या किया नंबियार? ഹലോ KKC എന്റർപ്രൈസസ് പറയൂ സാർ. ഡോ, ഇത് വീണ്ടും പൊട്ടിപ്പോയി. അത് പൊട്ടിച്ച സാർ, അതൊരു പ്രസ് ഫിറ്റ് പരിപാടിയാണ്. ഞെക്കിയാ മതി. സാർ ശരിയായോ? ആ, KKC എന്റർപ്രൈസസിലേക്ക് വിളിച്ചതിന് നന്ദി. മേ ഐ അസിസ്റ്റ് വിത്ത് യു സംതിങ് എൽസ് സാർ? അല്ല, ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഭാര്യ ഫുൾ ടൈം ഇതുകൊണ്ട് നടക്കുമോ? അല്ല, നല്ല ട്രാക്ക് ചെയ്യാൻ പറ്റും. സാർ, ടെക്നിക്കലി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ സാർ എൻ്റെ അടുത്ത് ചോദിച്ചോളൂ, ഞാനത് പരിഹരിച്ചു തരാം. അല്ലാതെ സാറിൻ്റെ ഭാര്യ ഇത് ഫുൾ ടൈം കൊടുക്കൊണ്ട് നടക്കോ, ഇതുമൂലം സാറിന് സാറിൻ്റെ ഭാര്യമേലുള്ള സംശയം, ദുർനടപ്പ് അവസാനിക്കോ എന്നൊന്നും ഞാനോ എൻ്റെ ടീമോ ഓരോ ഉറപ്പും ഒരു കസ്റ്റമറിനും കൊടുക്കാറില്ല സാർ. ബൈ ദ ബൈ, സാറിൻ്റെ ഭാര്യ അത്ര സുന്ദരിയാണോ? അതെ, അധികം കളിച്ചാലേ ബ്രൗൺ ഷുഗർ കേസ് മേ അന്തർ ഡാലേ കസാലേ, ജാമ്യം കിട്ടാത്ത വകുപ്പാക്കി പൂട്ടിക്കളയും ഞാൻ. KKC എന്റർപ്രൈസിലേക്ക് വിളിച്ചതിന് നന്ദി സാർ. ശുക്രിയ. ഡി സംശയരോഗം മാത്രമാണെങ്കിൽ പോട്ടേന്ന് വെക്കായിരുന്നു. ഇത് പക്ക സൈക്കോ. മടുത്തെനിക്ക്. മിക്കവാറും ഞാൻ വല്ലവൻ്റെ കൂടി ഒളിച്ചോടി പോവും. നീ എന്തിനാ വല്ലവനും കൂടെ പോന്നെ? കൊച്ചിയിലേക്കല്ലേ പോണേ? അവിടെ നിന്റെ എക്സിരിപ്പില്ലേ? ബെസ്റ്റ്. ആ കാട്ടുകോഴി നിന്റെ പട്ടിക്ക് വേണം. അങ്ങനൊന്നും അല്ലല്ലോ അന്ന് പറഞ്ഞത്. അവനെ മിസ് ചെയ്യുന്നു, ആ ലൈഫ് മിസ് ചെയ്യുന്നു, എന്തൊക്കെയായിരുന്നു. ആ, അതൊക്കെ ഒരു കാലം. വളരെ വൈബ്. ആ, നീ വന്നിട്ട് വേണം ട്രിപ്പ് പ്ലാൻ ചെയ്യാൻ. ഒരു മിനിറ്റ്. എന്താ? സ്ട്രെച്ചിങ് രാവിലെ ചെയ്യാൻ പറ്റിയില്ല, അതുകൊണ്ട് വൈകുന്നേരം ഒന്ന്. ഇപ്പൊ ഓക്കെ. മനസ്സിലായി. ക്ലോസ് യുവർ ഐസ്. എന്തിന്? വേണ്ട. ഹാപ്പി ആനിവേഴ്സറി. ഓപ്പൺ. നമ്മുടെ ദാമ്പത്യം എന്താ? ഇത് ബാഗിൽ വെച്ചോ, നല്ലതാ. ബാഗ് തന്നെ വെക്കണം, അപ്പോഴാ നല്ലത്. യു നോ, ഫോർ അവർ പ്രോസ്പെരിറ്റി. പ്യാർ കെ ലിയേ. ഞാൻ വെക്കണോ? വേണ്ട, ഞാൻ വെച്ചോളാം. പിന്നെ എന്തെങ്കിലും? പിന്നൊന്നും ഇല്ലല്ലോ. അപ്പൊ ഗുഡ് നൈറ്റ്. ആരാ ആരാന്ന് നോക്കാൻ പറഞ്ഞു. ആര്? അവര് ആരാ? പതനേ. പത്താനഹിയ അതാരി? ഞാനാടാ പത്താനഹി. നീയാണോ പത്താനഹി? ഞാൻ തന്നെയാണ് മൊട്ടമാണോ? ഇതാരാണത്? ഇയാളെന്റെ ലുങ്കിയാണോ എടുത്തേക്കണേ? ആ, ഇത് ഇവന്റെ അകന്നൊരു ബന്ധുവാ. പേര് മസ്താംബായി. അതേത് ബന്ധു? അതാരാ നിനക്ക് ഞാൻ അറിഞ്ഞൂടാത്ത ബന്ധു? ആരത്? അത് സാറയുടെ പപ്പയാണെന്ന് പറഞ്ഞ് ഞാൻ ഈ കോഫി ഷോപ്പിൽ നിന്ന് ആള് മാറി വിളിച്ചിട്ട് വന്ന പുതിയ മെമ്പറാ. മെസ്സി ഫാനാ. എടാ, നിനക്കൊന്നും വേറെ പണിയില്ലേ? ആ താഴെയുള്ള വേട്ടാവളയന്മാരെ പറഞ്ഞുവിടാൻ തന്നെ ഒന്ന് കഷ്ടപ്പാടാണ്. അപ്പോഴാണ് പുതിയ അഡ്മിഷൻ. മിസ്റ്റർ യേശുക്രിസ്തു, ഈ വർഷം ഞങ്ങൾ അഡ്മിഷൻ ഒന്നും പുതിയത് എടുക്കണില്ല. പോയിട്ട് അടുത്ത വർഷം വാ. ഓക്കെ? എടാ സാമേ, നീ എന്തോടെ കാണിക്കുന്നത്? പുള്ളിയുടെ സാധനം കിട്ടി കഴിഞ്ഞാൽ പൊക്കോളൂലേ. ഇനി അതല്ല, നിനക്ക് വല്ല പ്രശ്നമുണ്ട്, നീ അത് പറ. എല്ലാം കഴിഞ്ഞു പോയടാ എൻ്റെ ഓൺ സൈറ്റ് പ്ലാൻ. എടാ, അമേരിക്കയിലെ അമ്മാവൻ റിച്ച് ആണ്, സിംഗിൾ ആണ്, ബാച്ചിലർ ആണെന്നൊക്കെ പറഞ്ഞ് ഞാൻ മസാല കയറ്റി അങ്ങ് തള്ളി മറിച്ച്. എന്നിട്ട് സാം, ഒരു വീഡിയോ കോൾ ആണെങ്കിലും കുഴപ്പമില്ല. സാമിന്റെ അമ്മാവനെ എനിക്കൊന്ന് മീറ്റ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. എന്തായാലും സാൻ ഫ്രാൻസിസ്കോ എയർപോർട്ടിന്റെ വാതിക്ക് വരെ തിരിച്ചു വരേണ്ടി ഒന്നുമില്ല. ഞാനാണെങ്കിൽ സങ്കടത്തിൽ റിസൈൻ ഇട്ടേനെ. അല്ല, എന്റെ സങ്കടം ഇവന്റെ ചാൻസ് മിസ്സായാലല്ല, ഈ നറുക്കൂടിയ സതീഷിന് കിട്ടുന്ന ആലോചിക്കുമ്പോഴാ. സതീഷ് മുടക്കണം. ഒരു ഡ്യൂപ്ലിക്കേറ്റ് അമ്മാവനെ.
റെഡി അല്ല അതിപ്പോ ഞാൻ മിണ്ടരുത്. ഇവിടെ നിൽക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ ഫാൻസി ഡ്രഗ്സ് കളിച്ചോളണം. ദേ ഞാൻ പറഞ്ഞാൽ മറക്കണ്ട, അവിടുന്ന് മുട്ടിഞ്ഞ് ഇംഗ്ലീഷ് ആയിരിക്കും വരാൻ പോകുന്നത്. യാ ഓക്കെ ഓക്കെ എന്നൊക്കെ പറഞ്ഞാൽ മതി. ഓ കേട്ടാ? ഓ ഒന്ന് വെറുതെ ഇരിക്കടേ. സ്റ്റാർട്ട് ചെയ്യാം ചേട്ടേ. ആ. സ്റ്റാർട്ട്. ഹലോ സർ, ഹൗ ആർ യു ഡൂയിങ്? ഹൗ ഇസ് എവരിതിങ്? സഞ്ജീവിന് പറഞ്ഞ് ജോയിൻ ചെയ്തൊരു ലേഡിയാണ്. ആള് വിചാരിച്ച ചിലപ്പോൾ ആ ലാപ്ടോപ്പ് ഒന്ന് അൺലോക്ക് ചെയ്യാൻ പറ്റും. Sir? Sir, can you hear me? Hi Gayatri, I'm doing pretty good, juggling the adventures of life. I bet you know very well how exciting the life of a serial entrepreneur is. And yeah, looking forward to seeing you in person. It was a pleasure for me too, sir. Hope to see you soon. You have a great day. Bye. Bye. ആ ഒരൊറ്റ കോളിൽ മസ്താമ്പായി ഇടിച്ചു കയറിയത് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് മാത്രമായിരുന്നില്ല, മറ്റൊരാളുടെ ഹൃദയത്തിലേക്ക് കൂടിയായിരുന്നു.